നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. രോഗവും ശോകവും ഇല്ലവിടെ, ആശ നിരാശയും ലേശമില്ല. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ഓൾ അൺറൈച്ചസ്നെസ് ഈസ് സിൻ. ഏത് അനീതിയും പാപം ആകുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഇന്നത്തെ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ. അവിടുന്നാണല്ലോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രകാരം ചെയ്യുന്നതിനായി നന്ദിയപ്പ. അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 5 അധ്യായം 17 തിരുവചനം. ഓൾ അൺറൈച്ചസ്നെസ് ഈസ് സിൻ ആൻഡ് ദർ ഈസ് എ സിൻ നോട്ട് അൺടു ഡെത്ത്. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. അനീതി അനുഗ്രഹത്തിന് തടസ്സമാണ്. മറ്റു മനുഷ്യരോട് ചെയ്യുന്ന ദോഷമാണ് അനീതി. അന്യായം, പക്ഷപാതം, മുഖപക്ഷം, വേർതിരിവ് ഇങ്ങനെയുള്ളതൊക്കെയും പാവങ്ങളാണ്, അനീതിയുടെ പട്ടികയിൽ വരുന്നതാണ്. അന്യായമാണ് അനീതി. അന്യായ മാർഗത്തിലൂടെ വേഗത്തിൽ ധനികരാകുക എന്നത് ഇന്നത്തെ തലമുറയുടെ ആഗ്രഹമായി മാറിയിരിക്കുന്നു. അന്യായത്തിന് കൂട്ടുനിൽക്കുന്നത് അനീതിയാണ്. സത്യം മനസ്സിലായിട്ടും തെറ്റ് സ്വീകരിക്കുന്നത് അതും അനീതിയാണ്. മറ്റുള്ളവരുടെ ബലഹീനത ചൂഷണം ചെയ്യുന്നതും അനീതി തന്നെ. ബലഹീനരോട് കാണിക്കുന്ന തെറ്റ് ദൈവം തള്ളിക്കളയുകയില്ല. രാജാവായിരുന്ന ആഹാബ് നീതിമാനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ ആഗ്രഹിച്ചതും അതിനായി നീചമാർഗം സ്വീകരിച്ച് അവനെ കൊലപ്പെടുത്തിയതും അനീതിയുടെ സ്പഷ്ടമായ ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്ന് നമ്മുടെ ചുറ്റും കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിനെതിരെ ശബ്ദമുയർത്തുവാൻ പലപ്പോഴും ബലഹീനരായ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. ആ അനീതിക്കെതിരെ ദൈവം ശക്തിയുള്ള പ്രവാചകനായ ഏലിയാവിനെ ഉപയോഗിച്ചു. അളവു തൂക്കങ്ങളിൽ കാണിക്കുന്ന വഞ്ചന അനീതിയാണെന്ന് തിരുവെഴുത്ത് സ്പഷ്ടമാക്കുന്നു. കള്ളത്തുലാസ് കർത്താവ് വെറുക്കുന്ന പാവമാണ്. അനീതി ചെയ്യുന്നവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. കാട്ടിലെ ശക്തിയുള്ള മൃഗമായ ബാലസിംഹം പോലും ഇരകിട്ടാതെ വിശന്നിരുന്നാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് അനീതി ചെയ്യുവാൻ സാധ്യമല്ല. അതായത് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് അനീതി ചെയ്യുവാനും അനീതിക്ക് കൂട്ടുനിൽക്കുവാനും കഴിയത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ചിട്ട് അനീതി കാണിക്കുകയും കൈക്കൂലി വാങ്ങിക്കുകയും പക്ഷാഭേദം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മകനെ മകളെ, നിന്റെ ഉള്ളിൽ ദൈവാത്മാവില്ല. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. വീണ്ടും ജനിച്ച മക്കൾ തന്നെ കൂടെയുള്ളവരെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ കൈക്കൂലി വാങ്ങിക്കുമായിരിക്കാം.
അവർ നിന്നെ പ്രേരിപ്പിക്കുമായിരിക്കാം. ഇതൊക്കെ മനുഷ്യ സഹജമാണ്, സാധാരണയാണ്, എല്ലായിടത്തും നടക്കുന്നതാണ്. അതുകൊണ്ട് വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന്. കൈക്കൂലി വാങ്ങിക്കാത്തത് കൊണ്ട് നിനക്ക് സാധാരണ നിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ കഷ്ടിച്ചായിരിക്കാം നടത്തുന്നത്. എന്നാൽ കൈക്കൂലി വാങ്ങിക്കുന്നവർക്ക് എല്ലാ കാര്യത്തിലും അവർ ധാരാളിത്തമാണ്. പക്ഷേ നിന്നെ അത്തരത്തിലുള്ള പ്രവൃത്തികളുടെ കൂടെ കൂട്ടുനിൽക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, ഈ വചനപ്രകാരം കർത്താവ് നിനക്ക് അധികാരം തന്നിട്ടുണ്ടോ? ആ അധികാരം ഉപയോഗിച്ച് സ്തോത്രം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, ഞാൻ ദൈവ പൈതലാണ് എന്ന്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ യേശുക്രിസ്തു അധികാരം കൊടുത്തു എന്നാണ് വചനം. അനീതി ചെയ്യുന്ന ദുഷ്ടൻ തൽക്കാലത്തേക്ക് പ്രബലനാകുന്നത് കാണുമ്പോൾ ആകുലപ്പെടേണ്ട, അസൂയപ്പെടേണ്ട. ആ വളർച്ച താൽക്കാലികം മാത്രം. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 37-ാം സങ്കീർത്തനം 35-36 വാക്യങ്ങൾ. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. അനീതിയുടെ മാർഗത്തിലൂടെ നേടുന്ന അനേകം സ്ഥാനങ്ങൾ, മാനങ്ങൾ, അവസരങ്ങൾ, പണം എന്നിവയേക്കാൾ ഏറ്റവും നല്ലതാണ് നീതിയുടെ വഴിയിലൂടെ നേടുന്ന അല്പമായിട്ടുള്ളത്. ഭയങ്കരമായ ചൂടിനെയും അതിശൈത്യത്തെയും കാറ്റിനെയും അതിജീവിക്കുവാൻ പ്രാപ്തിയുള്ള മരമാണ് പന. ആഴത്തിൽ വളരുന്ന ഭംഗിയുള്ള രാജകീയ വൃക്ഷമാണ് ദേവദാരു. 92-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന വചനം ശ്രദ്ധിക്കണമേ, മകനെ, മകളെ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. സാധാരണ എന്താ കേട്ടിരിക്കുന്നത്? നാട്ടിൻപുറത്ത് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന്. പക്ഷെ തിരുവചനത്തിൽ പറയുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ വചനത്തിലില്ലാത്തത് വചനത്തിലുണ്ടെന്നും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന ചില കൂട്ടരുണ്ട്. ശ്രദ്ധിക്കണം, മറന്നുപോകരുത്. സങ്കീർത്തനം 92:12-13 വാക്യങ്ങൾ. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാവോ? ആമേൻ. 37-ാം സങ്കീർത്തനം 25-ാം വാക്യം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറയുക, ദാവീദ്. സ്തോത്രം. ദൈവത്തിൻ്റെ കരുതൽ നോക്കിക്കേ. നേരായി നടക്കുക, നേർ പറയുക, പീഡനത്താലും ചൂഷണത്താലുമുള്ള ആദായം വെറുക്കുക, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ച് കളയുക. ഇവ ചെയ്യുന്നവനാണ് നീതിമാൻ. ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന തിരുവചന ഭാഗമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചകൻ 33:15-16 വാക്യങ്ങൾ. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചുകളയും ചെയ്യുന്നവൻ. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല. ഇത്ര വളരെ വ്യക്തമായിട്ട് അല്ലേ പരിശുദ്ധാത്മാവ് ഈ ആധുനിക യുഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതിനാൽ യേശുവിൻ്റെ മക്കളായി നീതിയിൽ നമുക്ക് വസിക്കാം. വീണ്ടും യെശയ്യാ പ്രവാചകൻ 61:10. ഞാൻ കർത്താവിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഉടുപ്പിച്ചിരിക്കുന്നു. യെസ്, അനീതി ചെയ്യാതെ നീതിബോധത്തോടെ, സ്തോത്രം, വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെപ്പോലെ നമുക്ക് വിളങ്ങാം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് ഞങ്ങൾ പറയുന്നതിന് മുമ്പ് അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് നീതിബോധത്തിലൂടെ അവിടെ ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ സാക്ഷ്യമുള്ള വിശുദ്ധ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ സകല പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭൂവിലെ വാസമതെന്നു തീരും, അന്നു പറന്നു നാം ചെന്നു ചേരും. സുന്ദരമന്ദിരം ശുദ്ധരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദരമന്ദിരം ശുദ്ധരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ, നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും